ഹലോ, എയർ ഡ്രയറുകളുടെ കൺസ്ട്രക്ഷൻ, പ്രവർത്തന തത്വങ്ങൾ, തരങ്ങൾ സംബന്ധിച്ച ഈ സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സെഷൻ അവസാനിക്കുമ്പോൾ എയർ ഡ്രയറിൻ്റെ നിർമ്മാണത്തെക്കുറിച്ചും എയർ ഡ്രയറിൻ്റെ പ്രവർത്തന തത്വങ്ങളെക്കുറിച്ചും വിവിധ തരം എയർ ഡ്രയറുകളെക്കുറിച്ചും നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ്. കൂടുതൽ ഈർപ്പമുള്ള കംപ്രസറിൽ നിന്ന് വരുന്ന കംപ്രസ് ചെയ്ത വായു ശരിയായി നീക്കം ചെയ്തില്ലെങ്കിൽ അത് ന്യൂമാറ്റിക് ഭാഗങ്ങൾക്ക് കേടുവരുത്തും. ഒരു സാധാരണ ഡ്രയർ ഉപയോഗിക്കുന്നത് ഈർപ്പം നീക്കം ചെയ്യാനും കംപ്രസ് ചെയ്ത വായുവിൻ്റെ താപനില വർദ്ധിപ്പിക്കാനും വേണ്ടിയാണ്. അതുവഴി ന്യൂമാറ്റിക് ഘടകങ്ങൾക്ക് കൂടുതൽ ആയുസ്സും പെർഫോമൻസും ലഭിക്കുന്നു. കൂടാതെ കാര്യക്ഷമതയും ഗണ്യമായി വർദ്ധിച്ചു. കംപ്രസ്ഡ് എയർ ഡ്രയറുകൾ സാധാരണയായി കംപ്രസർ യൂണിറ്റിനൊപ്പം വരുന്നു. ഇത് വിവിധ മേഖലകളിൽപ്പെട്ട വ്യവസായങ്ങളിൽ ഉപയോഗിക്കുന്നു. ഡ്രയിങ് എയർ സാധാരണയായി ടെലികോം വ്യവസായം അഥവാ ഈർപ്പം അകറ്റാനും ഷോർട്ട്സ് ഒഴിവാക്കാനും ഭൂഗർഭ കേബിളുകളിൽ സമ്മർദ്ദം ചെലുത്താൻ, പെയിന്റിംഗ്, ന്യൂമാറ്റിക് ടൂളുകൾ, ടെക്സ്റ്റൈൽ നിർമ്മാണം, ന്യൂമാറ്റിക് കൺട്രോൾ സിസ്റ്റങ്ങൾ, സിയോലൈറ്റ് ഓക്സിജൻ അല്ലെങ്കിൽ നൈട്രജൻ ജനറേറ്ററുകൾക്കുള്ള ഫീഡ് എയർ, ഡെന്റൽ ഓഫീസ് എയർ, ട്രക്ക്, ട്രെയിൻ എയർ ബ്രേക്ക് സംവിധാനങ്ങൾ തുടങ്ങിയ വിവിധ തരം വാണിജ്യ വ്യാവസായിക യൂണിറ്റുകളിൽ ഉപയോഗിക്കുന്നു. എയർ കംപ്രഷൻ പ്രക്രിയ നീരാവി ഉൾപ്പെടെയുള്ള എല്ലാ അന്തരീക്ഷ മാലിന്യങ്ങളെയും കോൺസെൻട്രേറ്റ് ചെയ്യിക്കുന്നു. ഇത് സ്വതന്ത്ര അന്തരീക്ഷ വായുവുമായി താരതമ്യം ചെയ്യുമ്പോൾ കംപ്രസ് ചെയ്ത വായുവിന്റെ ഡ്യൂ പോയിന്റ് ഉയർത്തുകയും കംപ്രസ്ഡ് എയർ താഴേക്ക് പോകുന്തോറും തണുക്കുകയും പൈപ്പിനുള്ളിൽ ഘനീഭവിക്കൽ സംഭവിക്കുകയും ചെയ്യുന്നു. കംപ്രസ് ചെയ്ത വായുവിലെ ദ്രാവക രൂപത്തിലെ അല്ലെങ്കിൽ നീരാവി രൂപത്തിൽ അധികമുള്ള വെള്ളം കംപ്രസ് ചെയ്ത വായു ഉപയോഗിക്കുന്നവർക്ക് വിവിധ പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം. ഔട്ട്ഡോർ എയർ ലൈനുകൾ തണുത്തുറയൽ, പൈപ്പിങ്ങിലെയും ഉപകരണങ്ങളിലെയും തുരുമ്പിക്കൽ, ന്യൂമാറ്റിക് പ്രോസസ് കൺട്രോൾ ഉപകരണത്തിന്റെ തകരാറുകൾ, പ്രോസസ്സുകളുടെയും ഉൽപ്പന്നങ്ങളുടെയും ദുഷിപ്പിക്കൽ തുടങ്ങിയവയും മറ്റു പല പ്രശ്നങ്ങളും ഇതുമൂലമുണ്ടാകാം. വിവിധ തരത്തിലുള്ള കംപ്രസ്ഡ് എയർ ഡ്രയറുകളുണ്ട്. അവയുടെ പെർഫോമൻസ് സവിശേഷതകൾ സാധാരണയായി ഡ്യൂ പോയിന്റ് അടിസ്ഥാനമാക്കി നിർവചിക്കുന്നു. അവ റെഫ്രിജറേറ്റഡ് ഡ്രയേഴ്സ്, ഡെലിക്വസന്റ് ഡ്രയേഴ്സ്, ഡെസിക്കന്റ് ഡ്രയേഴ്സ്, മെംബ്രെയിൻ ഡ്രയേഴ്സ്. റെഫ്രിജറേഷൻ ഡ്രയറുകൾ രണ്ട് ഹീറ്റ് എക്സ്ചേഞ്ചറുകൾ ഉപയോഗിക്കുന്നു. ഒന്ന് എയർ ടു എയർ, മറ്റൊന്ന് എയർ ടു റെഫ്രിജറേഷൻ. ഈ ഡ്രയറുകൾ റെഫ്രിജറേഷൻ കംപ്രസ്സുകളിൽ ഉപയോഗിക്കുന്നു. കംപ്രസ് ചെയ്ത വായുവിൽ നിന്ന് ഈർപ്പം നീക്കം ചെയ്യുന്നതിനും സിസ്റ്റത്തിനുള്ളിലെ എയർ മീഡിയം വർദ്ധിപ്പിക്കുന്നതിനും ആദ്യത്തേത് ഉപയോഗിക്കുന്നു. റെഫ്രിജറേറ്റർ യൂണിറ്റിൽ നിന്ന് പുറത്തുവരുന്ന എയർ മീഡിയത്തിന്റെ ഈർപ്പം നീക്കം ചെയ്യുന്നതിനും താപനില വർദ്ധിപ്പിക്കുന്നതിനും രണ്ടാമത്തേത് ഉപയോഗിക്കുന്നു. അതിനാൽ എയർ മീഡിയം പുനഃചംക്രമണത്തിന് യോഗ്യമാകുകയും അത് മറ്റ് ഘടകങ്ങളുടെ പ്രവർത്തനം കുറയ്ക്കുന്നതിന് സഹായിക്കുകയും ചെയ്യുന്നു. ജലബാഷ്പത്തെ ആഗിരണം ചെയ്യുന്ന ഹൈഗ്രോസ്കോപ്പിക് മീഡിയം കൊണ്ട് നിറച്ച ഒരു പ്രഷർ വെസലാണ് ഡെലിക്വസന്റ് ഡ്രയർ. മീഡിയം ക്രമേണ അലിയുകയോ അല്ലെങ്കിൽ ദ്രവീകരിക്കപ്പെടുകയോ ചെയ്ത് പ്രഷർ വെസലിന്റെ അടിത്തട്ടിൽ ഒരു ലായനി രൂപപ്പെടുന്നു. രൂപപ്പെടുന്ന ലായനി കൃത്യമായ ഇടവേളകളിൽ വെസലിൽ നിന്നും മാറ്റുകയും പുതിയ മീഡിയം ചേർക്കുകയും വേണം. കംപ്രസ് ചെയ്ത വായു, പ്രകൃതിവാതകം, അവശിഷ്ടവാതകങ്ങൾ എന്നിവയിൽ നിന്ന് ജലബാഷ്പം നീക്കം ചെയ്യാൻ ഡെലിക്വസന്റ് ഡ്രയറുകൾ ഉപയോഗിക്കുന്നു. ഡെസിക്കന്റ് ഡ്രയർ എന്നത് വിശാലമായ ഒരു കൂട്ടം ഡ്രയറുകളെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പദമാണ്. റീജനറേറ്റീവ് ഡ്രയർ, ട്വിൻ ടവർ ഡ്രയർ, ഒരു പരിധിവരെ അബ്സോർപ്ഷൻ ഡ്രയർ എന്നിവയാണ് സാധാരണയായി ഉപയോഗിക്കുന്ന മറ്റു പദങ്ങൾ. ആക്ടിവേറ്റഡ് അലുമിന, സിലിക്ക ജെൽ, മോളിക്യുലർ സീവ് അല്ലെങ്കിൽ മറ്റ് ഡെസിക്കന്റ് മെറ്റീരിയലുകൾ പോലുള്ള
ഒരു മീഡിയം ഉപയോഗിച്ച് നിറച്ച ട്വിൻ ടവറുകൾ ഉള്ള ഒരു പ്രഷർ വെസലിലൂടെ കംപ്രസ് ചെയ്ത വായു കടത്തിവിടുന്നു. ഈ ഡെസിക്കന്റ് മെറ്റീരിയൽ കംപ്രസ് ചെയ്ത വായുവിൽ നിന്നുള്ള ജലത്തെ അബ്സോർപ്ഷൻ വഴി ആഗിരണം ചെയ്യുന്നു. മെംബ്രെയിൻ ഡ്രയർ എന്നത് കംപ്രസ് ചെയ്ത വായുവിൽ നിന്ന് നീരാവി നീക്കം ചെയ്യുന്ന ഒരു ഡീഹ്യൂമിഡിഫിക്കേഷൻ മെംബ്രെയിനെ സൂചിപ്പിക്കുന്നു. സാധാരണഗതിയിൽ കംപ്രസ് ചെയ്ത വായു ആദ്യം ഉയർന്ന നിലവാരമുള്ള കോയിലെസിംഗ് ഫിൽറ്റർ ഉപയോഗിച്ച് ഫിൽറ്റർ ചെയ്യുന്നു. ഈ ഫിൽറ്റർ കംപ്രസ് ചെയ്ത വായുവിൽ നിന്ന് ജലം, എണ്ണ, മറ്റു കരണങ്ങൾ എന്നിവ നീക്കം ചെയ്യുന്നു. നീരാവി നിറഞ്ഞ വായു പിന്നീട് മെംബ്രെയിൻ ബണ്ടിലിലെ പൊള്ളയായ ഫൈബറുകളുടെ മധ്യത്തിലുള്ള ദ്വാരത്തിലൂടെ കടന്നുപോകുന്നു. അതേസമയം മെംബ്രെയിനിലൂടെ കിനിഞ്ഞിറങ്ങിയ ജലബാഷ്പം പുറത്തേക്ക് വലിച്ചെടുക്കാൻ ഡ്രൈ എയറിന്റെ ഒരു ചെറിയ ഭാഗം ഫൈബറുകളുടെ ഉപരിതലത്തിലൂടെ റീഡയറക്ട് ചെയ്യുന്നു. ഈർപ്പം നിറഞ്ഞ വാതകം പിന്നീട് അന്തരീക്ഷത്തിലേക്ക് പുറംതള്ളപ്പെടുന്നു. കൂടാതെ ശുദ്ധവും ഡ്രൈ ആയതുമായ വായു സിസ്റ്റത്തിലേക്ക് വിതരണം ചെയ്യുന്നു. മെംബ്രെയിൻ എയർ ഡ്രയറുകൾ അതിന്റെ കാലാവധി വരെ തുടർച്ചയായി പ്രവർത്തിക്കാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ്. മെംബ്രെയിൻ എയർ ഡ്രയറുകൾ ശാന്തവും വിശ്വസനീയവുമാണ്. കൂടാതെ അവർക്ക് പ്രവർത്തിക്കാൻ വൈദ്യുതി ആവശ്യമില്ല. എയർ ഡ്രയറുകളുടെ കൺസ്ട്രക്ഷൻ, പ്രവർത്തന തത്വങ്ങൾ, തരങ്ങൾ എന്നിവ സംബന്ധിച്ച നമ്മുടെ സെഷൻ അവസാനിച്ചിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് എയർ ഡ്രയറിന്റെ നിർമ്മാണത്തെക്കുറിച്ചും എയർ ഡ്രയറിന്റെ പ്രവർത്തന തത്വങ്ങളെക്കുറിച്ചും വിവിധ തരം എയർ ഡ്രയറുകളെക്കുറിച്ചും മനസ്സിലാക്കാൻ അറിയാം.